മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം.എൽ.എ, ഇ.ടി. മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ് എന്നിവരുമായി ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. പി അബ്ദുൽ വഹാബിനെ കാണുന്നുണ്ടായിരുന്നു. സൗഹൃദ സന്ദർശനം എന്നാണ് 24-നോട് പി വി അൻവറിന്റെ പ്രതികരണം. ആദ്യമേ ഉള്ള സൗഹൃദമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന സൗഹൃദമാണ്. നിലമ്പൂരിലൊരു MLA-യും ഒരു പാർലമെൻറ്റ് മെമ്പറും എന്ന നിലക്ക് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് നാടിൻ്റെ വികസനത്തിൽ ഒരു രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് വന്നത്. അതിൽ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ സൗഹൃദവും എന്താ പറയുക നാടുമായി ബന്ധപ്പെട്ടത്. ഈ വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രം തന്നെയാണോ ചർച്ചയായത്, അതോ ആ വികസനത്തിനപ്പുറമുള്ള രാഷ്ട്രീയം ചർച്ചയായത്? ഇല്ല. അപ്പോൾ രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ പലതും സംസാരിക്കില്ല. DMK UDF-ലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നും ആയില്ല. DMK തന്നെ കംപ്ലീറ്റ് ആവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് UDF-ൽ പ്രതീക്ഷിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പുതിയ പ്രഖ്യാപനങ്ങളോ മാറ്റങ്ങളോ ഒന്നുമല്ല. പണ്ട് മുതലേ സുഹൃത്തുക്കളാണെന്ന് പി വി അബ്ദുൽ വഹാബും പ്രതികരിച്ചു. നമ്മൾ പണ്ടേയുള്ള സുഹൃത്ത്, ചെറുപ്പം മുതലേ ഉള്ള ആളാണ്. ഓന് ഇപ്പോൾ പാർട്ടി മാറി. ഓന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു, പിന്നെ ഇടതേക്ക് മാറി. ഓന് ഇടത് ഏകദേശം മനസ്സിലായി. അപ്പം പിന്നെ ഞങ്ങളെ പേഴ്സണൽ ബന്ധം നിലനിന്ന് ചോദിക്കേണ്ടത് അൻവറിനോടാണ്. അൻവറാണ് പുതിയ നീക്കം തീരുമാനിക്കുന്നത്. ആടിൻ്റെ വികസനത്തെ കാര്യത്തിൽ ആരുമായി ചെകുത്താനുമായും കൂട്ടുകൂടും അല്ലേ? വിനിത വിജയപുരങ്ങൾ വെച്ചിരുന്നുണ്ട്. വിനിത, രാഷ്ട്രീയക്കാരല്ലേ, പല കാര്യങ്ങളും സംസാരിക്കും എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് സംശയം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനം ഈ ഇടതുമുന്നണി വിട്ട് പിന്നീട് ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ലീഗ് നേതാക്കളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ UDF-ലേക്ക് പോയേക്കുമെന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ അബ്ദുൽ വഹാബ് തുടങ്ങിയവരുമായൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ KMCC-യുടെ പരിപാടിയിലും പി വി അൻവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അബ്ദുൽ വഹാബിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പി വി അബ്ദുൽ വഹാബിനെ കണ്ട് താങ്കൾ സുഹൃത്താണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു തോന്നുന്നു. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ? അല്ല പി വി അൻവർ എന്തായാലും ഡൽഹിയിൽ താങ്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ എന്താണ് ലീഗ് നേതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് എന്തായാലും ഇല്ലല്ലോ, അത് ഉറപ്പല്ലേ? ഇന്നലെ വിളിച്ചപ്പോഴേ അതൊരർത്ഥത്തില് ഒക്കെ വിളിച്ചു ഞാൻ പോയി, അത്രേ ഉള്ളൂ. ഇതിന്റെ മുമ്പറിയത് വാർത്തയല്ല, ഇപ്പൊ അത് വാർത്തയായി മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവിടെ തന്നെ 24 hours വന്നേക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അങ്ങനെ പറ്റിപ്പോയതാ. അതാണല്ലോ 24. പി വി അൻവർ ഇവിടെ നേരത്തെ തൃശ്ശൂർ, ഇപ്പൊ അതൊരു തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. അപ്പൊ തൃശ്ശൂരിൽ താങ്കളെ ഒരു ലീഗ് ഓഫീസിലേക്ക് താങ്കൾ പോവുകയും അവിടെ സ്വീകരണം നൽകുകയും ചെയ്തതൊക്കെ അവിടെ അന്ന് വലിയ പുകയിലായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നിപ്പോ, അല്ലേ? അല്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങള് പല സാഹചര്യങ്ങളും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അശ്മി, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എറണാകുളത്തുനിന്ന് സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അവരുടെ ശരീരം രക്ഷപ്പെടുത്താൻ പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു എന്ന വാർത്ത കാണുന്നുണ്ട്. ആ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? CPM-അകത്ത് നടക്കുന്ന ഈ തരത്തിലുള്ള അപജയങ്ങള് അത് വലിയ ശക്തമായിട്ടുള്ള ഒരു അടിയൊഴുക്ക് ആ പാർട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞു ഉണ്ടാകാൻ പോകുന്നു എന്നല്ല, ഉണ്ടായിക്കഴിഞ്ഞു. അത് പുറത്തേക്ക് ചാടേണ്ട ഒരു സമയപരിധിന്റെ ഉള്ളിൽ കിടന്നത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. CPM അണികളെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന പിണറായിസം, പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുപ്രവർത്തനം നടത്താനുള്ള സാഹചര്യമില്ലായ്മ, ഈ പറയുന്ന വ്യക്തിപൂജക്ക് അടിമപ്പെട്ടു നിൽക്കുന്നവർ മതി ഈ പാർട്ടിയിൽ. താങ്കൾ പറയുന്ന രാഷ്ട്രീയ ആരോപണമാണ്. മാത്രമല്ല ഈ പറയുന്നത് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ആവട്ടെ പല സ്ഥലങ്ങളും വളരെ മോശം ആരോപണം ഉന്നയിച്ചുകൊണ്ട് അണികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ടു. പി വി അൻവർ ഇവിടെ താങ്കൾ UDF-മായി അടുക്കില്ല എന്ന് ഉറപ്പിച്ച് ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, രാഷ്ട്രീയത്തിൽ ആരുമായിട്ട് അടുക്കും ആരുമായിട്ട് അകലും എന്ന് സ്ഥിരമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൊതുവായിട്ട് പറയുന്നത് തന്നെ ശത്രുക്കളോ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് അതിന്റെ ഒരു പൊതുവെത്ത് തന്നെ. പക്ഷെ ഞാൻ ഉയർത്തിയത് ആശയപരമായ വിഷയമാണ്. പി വി അൻവർ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ, കെ. സുധാകരൻ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സമയത്ത് കെ. സുധാകരനും വി.ഡി. സതീശനും വാർത്താസമ്മേളനം നടത്തിയ ആ വാർത്താസമ്മേളനത്തിൽ വി.ഡി. സതീശൻ താങ്കൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയും
കെ സുധാകരൻ ഇടയ്ക്കൊരു വാക്ക് പറയുന്നുണ്ടായിരുന്നു, അൻവർ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെങ്കിൽ ഭാസുരമാകും എന്നൊരു വാക്കിങ്ങനെ കെ സുധാകരൻ പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ ഒരു എന്താണ് എന്തെങ്കിലും ശത്രുതയോ കൽമഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീരേണ്ട സമയമാണ്. അപ്പോൾ ഒരു വാതിലോടെ തുറന്നു കിടപ്പുണ്ടോ അൻവർ? അതല്ല അശ്വനി, അപ്പൊ ഞാനത് പിൻവലിച്ചാലല്ലേ ഭാസുരമാകുള്ളൂ. ഞാനത് ഭാസുരമാകാൻ വേണ്ടിയിട്ട് ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ ആശയത്തിൽ നമ്മൾ ഉറച്ചു നിന്നു. ഞാൻ ഇന്ന് അവരോട് ആവശ്യപ്പെട്ടത്, അവിടെ ഞങ്ങൾ പിന്തുണച്ച സ്ഥാനാർത്ഥി AICCയുടെ മെമ്പറും APC സെക്രട്ടറി, അവിടെ മുൻ സ്ഥാനാർത്ഥിയൊക്കെയാണ്. അദ്ദേഹത്തെ നിങ്ങൾ പിന്തുണക്കൂ, പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്യാൻ നമുക്കിവിടെ തോൽപ്പിക്കാം. ഇപ്പോ അവർക്കത് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പം പറയുന്ന വസ്തുതകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളത് അസസ് ചെയ്ത് വസ്തുതാപരമായിട്ടുള്ള നമ്മുടെ കോമൺ സെൻസിനും ലോജിക്കിനും യോജിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ചേലക്കര തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? LDF പരാജയപ്പെടും എന്നത് വസ്തുതയല്ലേ? അല്ല സർ, PV അൻവർ, ഇവിടെ താങ്കളുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടിനെ ഞാൻ ചെറുതായി കാണുകയല്ല. പക്ഷെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അത്ര വോട്ട് പിടിച്ചാൽ പോരാ, അത് പോരാ. PV അൻവർ, കേരള രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത് കരുതുകയോ കരുതാതിരിക്കുകയോ ഒക്കെ ചെയ്യാ ആഷ്മി. ഞാനിപ്പോ ആഷ്മി ആ പറഞ്ഞ കാര്യത്തൊന്ന് ഗണ്ണിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ. നമ്മൾ നടന്ന തെരഞ്ഞെടുപ്പ് 3920 വോട്ട് കുറവല്ലെന്ന് ആഷ്മി പറയുന്നത്. അഗ്രി വിത്ത് ദാറ്റ്. CPM-ന്റെ സെക്രട്ടറി ചർച്ച ചെയ്തത് എന്താ? ആ വോട്ടിനെ 15,000 തൊട്ട് 20,000 വരെയായി കാണണം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫൻസ് അവർക്ക് എടുക്കാൻ കഴിയില്ല. അവിടെ ഒരു പഞ്ചായത്തിന് 2 മന്ത്രിമാരെ വെച്ച് 18 മന്ത്രിമാർക്ക് ചാർജാണ്. ഒരു വാർഡിന് ഒരു MLA-ക്ക് ചാർജാണ്. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. ഇങ്ങനെയാണ് അവർ ഡിഫൻസ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ UDF-ഉം. അതിന്റെ ഇടയിൽ നിന്നാണ് വെറും 13 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി 3920 വോട്ട് പിടിച്ചു എന്നത് രാഷ്ട്രീയമായിട്ട് അത് വലിയൊരു സംഗതിയാണ് എന്ന് CPM-ന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വിലയിരുത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട്. PV അൻവർ, ഇപ്പം KMCCയുടെ പരിപാടികളിൽ താങ്കൾ പങ്കെടുക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചതാണ്? അതൊരു രാഷ്ട്രീയ പരിപാടിയല്ലേ? KMCCയുടെ പരിപാടി സത്യത്തിൽ ഇതിൽ ഔപചാരികമായിട്ടുണ്ടായതാണ്. ഞാൻ പറയാം, അവരുടെ പരിപാടി, അവരും സോഷ്യൽ സംഘടനയാണ്. KMCCയുടെ പരിപാടിയിൽ ഇതിന് മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഈ എന്താ പറയാ, ഭവന നിർമ്മാണ പദ്ധതിയും മറ്റുമായിട്ടൊക്കെ നിലമ്പൂരിലൊക്കെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ അതിലൊന്ന് പങ്കെടുക്കണം, വിഷയം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ എയർ ഫ്ലൈറ്റ് സീസണിൽ അവർ ഭയങ്കരമായിട്ട് ഇവിടെ വർദ്ധിപ്പിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ വിദേശികൾക്കുള്ള വോട്ടവകാശമാണ്. ഇത് രണ്ടും ഞങ്ങളുടെ ഒക്ടോബർ 6-ാം തീയതി മഞ്ചേരിയിൽ നടത്തിയ നമ്മുടെ നയരേഖയിൽ പറയുന്ന 2 കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് യോജിക്കാവുന്ന ഒരു സംഭവം എന്ന നിലക്ക് അവർ വിളിച്ചു പോയി പങ്കെടുത്തു പോന്നു. ഓക്കെ, താങ്ക് യു PV അൻവർ. വിനിത PG തുടരുന്നുണ്ട്. വിനിത, PV അൻവർ പറയുന്നത് കൂടിക്കാഴ്ച നടത്താൻ പോയി, പക്ഷേ 24 അവിടെ ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും ഹാഷ്മി, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അതാണല്ലോ 24 എന്നുള്ളത് തന്നെയാണ് നമുക്കും മറുപടി നൽകാനുള്ളത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പുതിയ നീക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇപ്പോഴും PV അൻവർ ഉറപ്പിച്ചു പറയുന്നില്ല. എന്താണെങ്കിലും UDF-ലേക്ക് പോയേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളുടെ കൂടി പശ്ചാത്തലത്തിലുള്ള ഈ കൂടിക്കാഴ്ച, അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നത്. ഈ KMCCയുടെ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ PV അൻവർ നൽകുന്ന വിശദീകരണം, അവിചാരിതമായാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തന്റെ പാർട്ടിയുടെ നയരേഖയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്കും ഒപ്പം തന്നെ ആ പരിപാടിക്കുമൊക്കെ കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ നീക്കങ്ങൾ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം തന്നെയാണ് അർഹിക്കുന്നത്. പക്ഷേ അതേസമയം താൻ പോകില്ല, ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി നൽകാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും കൂടിക്കാഴ്ച പൂർണ്ണമായും അത് സൗഹൃദത്തിന്റെ കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒരേ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അബ്ദുൽ വഹാബ് പറഞ്ഞത് ഈ വികസനത്തിനായി ഏതു ചെകുത്താനുമായി താൻ കൂട്ടുകൂടും എന്നുള്ളതാണ്. വളരെ സൗഹൃദപരമായിട്ടായിരുന്നു അത്തരം ഒരു പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ ഈ പാലക്കാടൻ കാലത്ത് ഒരുപാട് കളമാറ്റങ്ങൾ, കൂറുമാറ്റങ്ങളൊക്കെ കണ്ടു. അതിനുശേഷവും വളരെ ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ ചേരിമാറ്റങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. എന്തായാലും PV അൻവർ UDF-ലേക്ക് ഒരിക്കലും പോവില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അങ്ങനെ പറയാൻ കഴിയുമോ എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടിയും
നമുക്കത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. തിരികെ എത്താം ചെറിയൊരു ഇടവേള.